അങ്ങനെ മലയാളികൾ ഏറ്റവും അധികം സ്വീകരിച്ച മൂവിയായ തുടരും കാണുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന ഇൻട്രോ ആയിട്ട് തോന്നിയില്ലെങ്കിലും ഒരു സാധാ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രോ ആയിട്ടാണ് തോന്നിയത്. ദൃശ്യം മൂവിയുടെ കണക്ഷനായിട്ട് കൂടുതൽ തോന്നുന്നുണ്ട്, കാരണം അതിൻ്റെ കഥ അങ്ങനത്തെ പോകുന്നതെല്ലാം ചെറുതായിട്ട് തോന്നി. പിന്നെ ഒപ്പം മൂവിയിലെ പോലീസ് സ്റ്റേഷൻ സീനെല്ലാം ഒപ്പം മൂവിയുടെ ഒരു സ്റ്റൈൽ തോന്നി. പിന്നെ സതയം മൂവിയിലെ ചില സീനുകൾ ആ ഒരു സിനിമ കണ്ട പോലെ തോന്നി. പിന്നെ പല ലാലേട്ടൻ്റെ തന്നെ പല മൂവികളുമായിട്ട് കണക്ഷൻ വരുന്ന പോലെ തോന്നി. ഈ ഒരു പ്രായത്തിലും അത്ര മനോഹരമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഹീസ് എ കംപ്ലീറ്റ് ആക്ടർ. സ്വയം ജോർജ് സാർ എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന പ്രകാശ് വർമ്മയുടെ അഭിനയം അസാമാന്യ അഭിനയം. ഒരു പുതുമുഖ നടനാണെന്ന് ഒരിക്കലും തോന്നാത്ത വിധത്തിൽ അസാമാന്യം അഭിനയമാണ് ശ്രീ പ്രകാശ് വർമ്മ ഇതിൽ അഭിനയിച്ചത്. പ്രകാശ് വർമ്മ ഒരിക്കലും ഈ മൂവി തിയേറ്ററിൽ പോയി കാണരുത്, കാരണം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് അടികിട്ടാൻ ചാൻസ് ഉണ്ട്. ബിനു പപ്പുവിൻ്റെ ഡയലോഗ് പറയുന്നത് എനിക്ക് ചില സ്ഥലങ്ങളിൽ ക്ലിയർ ആയിട്ട് തോന്നിയില്ല. ബിനു പപ്പുവിൻ്റെ സ്ലാങ്ങിൻ്റെ പ്രോബ്ലമാണോ അതോ ആ ഫാസ്റ്റായിട്ട് ഡയലോഗ് പറയുന്നത് കൊണ്ടാണെന്ന് അറിയില്ല. ബിനു പപ്പു പറയണതൊന്നും ക്ലിയർ ആവുന്നില്ല. ആ ഒരു പോരായ്മയാണ് ബിനു പപ്പുവിൽ ഞാൻ കണ്ടത്. നേരെ എന്ന മൂവി ഇറങ്ങിയ സമയത്തും എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വന്നു. പക്ഷേ 2025 മുതൽ ലാലേട്ടൻ്റെ കൊല്ലമായിട്ടാണ് തോന്നുന്നത്. ഇത് ലാലേട്ടൻ്റെ വർഷമാകട്ടെ.